ചെമ്പല്ലിട്ടിട്ടൊരു മീൻ കറി ഉണ്ടാക്കട്ടെ കേട്ടോ. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നല്ലൊരു മീൻ കറി. കുറേ കാലങ്ങളായി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് മീൻ കറി ഇട്ടിട്ട്. ഒന്ന് തേങ്ങാപ്പാലൊഴിച്ച മീൻ കറിയാണ്. ഒരു കിലോ ചെമ്പല്ലി ഉണ്ട് കേട്ടോ. അത് ഫുള്ളും വെക്കുകയാണ്, കറിയാക്കിയിട്ട് വെക്കുക. അപ്പോൾ ഒരു കഞ്ഞി കുടിക്കുന്ന കയ്യിന് ഒരു ഇത്ര മല്ലി, ഇത്ര മതി. മഞ്ഞപ്പൊടി, മുളക് കറിയല്ല, തേങ്ങ അരച്ച കറി കേട്ടോ. ആവശ്യത്തിനുള്ള മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി കേട്ടോ. അതുകൊണ്ട് കൈകൊണ്ട് തിരുമ്പുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. കുറച്ച് കാശ്മീരി മുളക് പൊടി. ഇതിലിപ്പോൾ എന്തൊക്കെ ഇട്ടെന്നറിയാം ഞാൻ? മാങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇതെല്ലാം ഇതിൽ ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട്. സ്പൂൺ ഉലുവപ്പൊടി. നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ? കറിവേപ്പില, കല്ലുപ്പ്, നല്ല പച്ച വെളിച്ചെണ്ണ, ഇത് നന്നായിട്ട് തിരുമ്പി കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ തിരുമ്പി കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്പി ഉടച്ചു കൊടുക്കാം. നല്ല എരിവുള്ള മുളക് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വിദ്യ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ കൈ കൊണ്ട് തന്നെ തിരുമ്പി കൊടുക്കും കേട്ടോ. പറ്റൂല മക്കളെ, ഭയങ്കര എരിവ. പിന്നെ ഞാൻ കൈ പുകഞ്ഞിട്ട് ഇരിക്കൂല. നല്ലൊരു മണമൊക്കെ വരണ്ടേ. നമുക്കിതൊന്ന് കഴുകി ഒഴിക്കാം. കഴുകി വൃത്തിയാക്കിയതാണ്. നമുക്കിത് മിക്സിയിൽ അടിച്ച് വെച്ചാണ് തേങ്ങാപ്പാൽ കിട്ടാനായിട്ട്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പകുതി തേങ്ങയുടെ പാലേ കിട്ടിയിട്ടുള്ളൂ. ഇതിൽ ഇഞ്ഞുണ്ട്, ഒന്നും കൂടെ ചതച്ചെടുക്കട്ടെ. കുറച്ചും കൂടെ അരച്ചെടുത്തു. നന്നായിട്ട് അരച്ചെടുത്തപ്പോൾ ഇതിന് നന്നായിട്ട് കിട്ടിട്ടോ. പലയിടങ്ങളിലും യുദ്ധവിമാനങ്ങൾ ഇങ്ങനെ പറന്ന് നടക്കുന്ന മക്കളെ. നമ്മളെ ഈ പ്ലാസ്റ്റിക് ഇതിലൊന്ന് കഴുകിയെടുക്കട്ടെ. അതല്ലെങ്കിലുണ്ടല്ലോ അതൊക്കെ പോവും. കഴുകി വൃത്തിയാക്കിയ പ്ലാസ്റ്റിക് ആട്ടോ. അങ്ങനെ നമുക്കിതിൽ നോക്കട്ടെ ഉപ്പും മുളകൊക്കെ ഉണ്ടോയെന്ന്. അടിപൊളി ടേസ്റ്റാട്ടോ. അപ്പം തന്നെ പറയാതിരിക്കാൻ വയ്യ. അതിൽ കുറച്ച് പെരിഞ്ചീരകം കൂടി കൂട്ടട്ടെ. ഇത് അടുപ്പത്തേക്കാണ്. തന്നെ നമുക്ക് ഈ മീൻ കഷ്ണം കൂടി ഇതിലിടാം. ഒന്നിച്ച് തിളച്ച് വറ്റി വരട്ടെ. മീൻ്റെ തലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ.
നമുക്ക് ഇത് അടുപ്പത്തേക്ക്. അപ്പോൾ അതാ മീൻ കറി അടുപ്പത്തായി. ഇനി ഇത് കത്തി തിളച്ച് നന്നായിട്ട് വേവട്ടെ. വിറകടുപ്പിൽ ഉണ്ടാക്കുക കേട്ടോ, ഇത് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷെ അതിനൊന്നും ഇപ്പോൾ ഞാൻ നേരെ നിൽക്കണില്ല. കത്തിച്ചുണ്ടാക്കുമ്പോഴത്തേന് നമ്മൾ മീൻ കറി വെന്തോളും. ശരിക്കും മീൻ കറിയൊക്കെ അടുപ്പത്ത് വയ്ക്കണം, ഇറച്ചി മീനൊക്കെ അതിന് വേറെ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതിങ്ങനെ അടുപ്പത്ത് വെച്ചു. ഇനി അത് വെന്ത് കഴിഞ്ഞിട്ടൊന്ന് വറവിട്ടാൽ മതി. സൂപ്പർ മീൻ കറിയാവും കേട്ടോ. അങ്ങനെ എല്ലാവരും ഉണ്ടാക്കാറുണ്ടാവും. പക്ഷേ ഞാൻ അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളിത് കാണിച്ചു മാത്രം. അപ്പോൾ എന്നും പറയണ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്കും തരിക കേട്ടോ. കറി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വറവിടണം. ഒക്കെ നമ്മുടെ മീൻ കറി വറുക്കാനുള്ളതാട്ടോ. ഒന്ന് മെസ്സേജ് അയച്ചോ? അപ്പം നമ്മുടെ ഉള്ളി വറുത്തു. കഞ്ഞി ഒരു കുട്ടിക്ക് എടുത്ത് നോക്കാല്ലേ, നല്ല കഞ്ഞി. പണ്ടങ്ങാനോ ഞാൻ അതിൽ പോയപ്പോൾ എന്തോ വാങ്ങിയത്, വാങ്ങിയതാണ് അറിയാം. അപ്പോൾ നമ്മുടെ മീൻ കറി നോക്കി എന്ത് ഭംഗിയാണ് കാണാം. അതേപോലെ തന്നെ ഇത് ടേസ്റ്റ് കേട്ടോ. ഉണ്ടാക്കാൻ അറിയാത്തവരൊന്നല്ല, എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒരു വീഡിയോ എടുത്താട്ടോ. അടിപൊളി മീൻ കറി, ചെമ്പല്ലി കൊണ്ടുള്ള മീൻ കറി, ടേസ്റ്റിയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ ഒരു പുതിയതായിട്ട് വീഡിയോ ഇട്ട് വരാം കേട്ടോ. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റണുണ്ടായിരുന്നില്ല. ഞാനൊരു രോഗിയായി മാറിയിരുന്നു. അപ്പോൾ അതൊക്കെ ശരിയായി. അപ്പോൾ ഇനി നമുക്ക് എന്നും ഇടയ്ക്ക് എപ്പോഴൊക്കെ ആയിട്ട് ഓരോ വീഡിയോ വരും കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക.